Hello everyone, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPT ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ചാപ്റ്ററിലെ ടെലിമെഡിസിൻ സർവീസസ് ആണ്. 2025 CPT അപ്ഡേഷൻസിൽ വന്നിട്ടുള്ള ഒരു സെക്ഷനാണ് ടെലിമെഡിസിൻ സർവീസസ് എന്ന് പറയുന്നത്. So the American Medical Association added a telemedicine service category to the evaluation and management section of CPT codes, which are divided by technology used and patient type, that is new versus established. These codes are for synchronous real-time interactive encounters between the provider and the patient. Codes are leveled by medical decision making or time as same as of office visit codes. സോ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ നമ്മുടെ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സെക്ഷനിൽ ഒരു ടെലിമെഡിസിൻ സർവീസ് എന്നുള്ള ഒരു കാറ്റഗറി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ കോഡുകൾ ബേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ ദി ടെക്നോളജി യൂസ്ഡ് ആൻഡ് ദ പേഷ്യൻ്റ് ടൈപ്പാണ്. പേഷ്യൻ്റ് ടൈപ്പ് ദാറ്റ് ഇസ് വെദർ ഇറ്റ് ഇസ് എ ന്യൂ പേഷ്യൻ്റ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് എന്നുള്ള ഡിവിഷൻ വന്നിട്ടുണ്ട്. സോ ഇതിൽ മെയിനായിട്ടും സിങ്ക്രോണസ് റിയൽ ടൈം ഇൻറ്ററാക്റ്റീവ് എൻകൗണ്ടേഴ്സ് ആണ് ബിറ്റ്വീൻ ദി പേഷ്യൻ്റ് ആൻഡ് ദി പ്രൊവൈഡർ ആണ് പറയുന്നത്. സോ കോഡ് സെലക്ഷൻ വരുന്നത് സെയിം ആസ് ഓഫ് നമ്മൾ ഓഫീസ് വിസിറ്റ് കോഡുകൾ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ലെവൽ ഓഫ് MDM മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ടോട്ടൽ ടൈം സ്പെൻഡ് ആണ് നോക്കുന്നത്. So the first new section of CPT 2025 will also include new codes for audio video telemedicine visits for new patient ആണെങ്കിൽ 9800 to 98003 and established patients 98004 to 98007. So audio video telemedicine section വന്നിട്ടുണ്ട്. അതിൽ തന്നെ ന്യൂ പേഷ്യൻ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. Next one, the second new section is new codes for audio only telemedicine visits for new patient as well as established patients. So new patient in the case 98008 to 98011 established patients in the case 98012 to 98015 ആണ് വന്നിട്ടുള്ളത്. So these expanded codes will replace the existing telephone only codes 99441 to 99443 which are deleted in CPT 2025. Up to 2024 നമുക്ക് CPTയിൽ ടെലിഫോണിക് സർവീസസ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. സോ ആ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ 99441 442 443 ഇങ്ങനെ 3 കോഡ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിലായിരുന്നു മെയിനായിട്ടുള്ള ടെലിഫോണിക് സർവീസസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. സോ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ആണ്. അതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് നമുക്കിവിടെ 2 സെക്ഷൻസ് വന്നിട്ടുണ്ട്. ഓഡിയോ വീഡിയോ ആൻഡ് ഓഡിയോ ഓൺലി ടെലിമെഡിസിൻ സർവീസസും വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ സിങ്ക്രോണസ് ഓഡിയോ വീഡിയോ വിസിറ്റ് ഫോർ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എൻ ന്യൂ പേഷ്യൻ്റ് ആണ് പറയുന്നത്. സോ കോഡുകൾ വരുന്നത് 98000 98001 98002 98003 ആണ്. So code description നോക്കിയാൽ 98000 is synchronous audio video visit for the evaluation and management of a new patient which requires a medically appropriate history and or examination and straightforward MDM ആണ്. And when using time as a total time on the date of encounter for code selection 15 minutes must be met or exceeded. So ഇവിടെ ഒരു threshold time ആണ് പറഞ്ഞിട്ടുള്ളത്, that is 15 minutes, that is minimum 15 മിനിറ്റ്സ് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ, ടോട്ടൽ ടൈമായിട്ട് 15 മിനിറ്റ്സ് എങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 98000 കോഡ് ചെയ്യാൻ പാടുള്ളൂ വെൻ ടൈം ഈസ് കൺസിഡേർഡ് ഫോർ കോഡിങ്. ഓക്കെ, ഇനി MDM ബേസ് ചെയ്താണെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് MDM ആയിരിക്കണം. 98001 which means synchronous audio video visit for evaluation and management of a new patient which requires a medically appropriate history and or examination and low MDM ആണ്. ടൈം ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 30 minutes must be met or exceeded. അപ്പോൾ ഈ ഒരു ത്രെഷോൾഡ് ടൈം എന്ന് പറയുന്നത് അപ് ടു 29, അതായത് 15 to 29 മിനിറ്റ്സ് വരുമ്പോൾ നമ്മൾ 98000 ആണ് റിപ്പോർട്ട് ചെയ്യുക. 30 മിനിറ്റ്സ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ 98001. സോ നെക്സ്റ്റ് നമുക്ക് 2 years ബാക്ക് വരെ 1 year 2023 വരെ നമുക്കൊരു ടൈം റേഞ്ച് ആയിരുന്നു കോഡ് സെലക്ഷനിൽ ഉണ്ടായിരുന്നത്. സോ ആ ഒരു ടൈം റേഞ്ച് തന്നെയൊക്കെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബട്ട് നമുക്കിവിടെ ഒരു ത്രെഷോൾഡ് ടൈമായിട്ടേ തന്നിട്ടുള്ളൂ എന്ന് മാത്രം. ഇത് നമ്മൾ ഓൾറെഡി 2024 ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്.
സോ നെക്സ്റ്റ് വൺ 98002 ആണ്. ഇവിടെ മോഡറേറ്റ് MDMഉം ടൈം ആണെങ്കിൽ 45 മിനിറ്റ്സും ആണ് പറയുന്നത്. 98003 ഹൈ MDMഉം ടൈം ആണെങ്കിൽ 60 മിനിറ്റ്സ് ആണ് പറയുന്നത്. സോ ഈ 60 മിനിറ്റ്സ് തൊട്ടിട്ടാണ് 98003 റിപ്പോർട്ട് ചെയ്യുക. അപ് ടു 74 മിനിറ്റ്സ് ആണ്. For services 75 minutes or more, use prolonged service code 99417 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അപ് ടു 74 മിനിറ്റ്സ് ആണ് നമ്മൾ 98003 റിപ്പോർട്ട് ചെയ്യുക. 75 മിനിറ്റ്സോ മോറോ വന്നാൽ അത് പ്രൊലോങ്ഡ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. 99417 ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. So next one, synchronous audio video visit for the evaluation and management of an established patient ആണ്. ഫസ്റ്റ് കോഡ് വരുന്നത് 98004, which is synchronous audio video visit for the evaluation and management of an established patient which requires a medically appropriate history and or examination and straightforward MDM ആണ്. When using total time on the date of encounter for code selection 10 minutes must be met or exceeded ആണ് പറയുന്നത്. അപ്പോൾ മിനിമം 10 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓഡിയോ വീഡിയോ വിസിറ്റ് ടെലിമെഡിസിൻ വിസിറ്റ് ഫോർ ആൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് 98005 വേർ ലോ MDM അല്ലെങ്കിൽ 20 മിനിറ്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. 98006 വരുമ്പോൾ മോഡറേറ്റ് MDM ആണ്, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ആയിരിക്കണം ടൈം വന്നിട്ടുള്ളത്. 98007 എന്ന് പറയുന്നത് ഹൈ MDM ആണ്. 40 minutes must be met or exceeded. So 40 minutes തൊട്ടിട്ടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ് ടു 54 മിനിറ്റ്സ് ആണ്. ഫോർ സർവീസസ് 55 മിനിറ്റ്സ് ഓർ മോർ യൂസ് പ്രൊലോങ്ഡ് സർവീസ് കോഡ് 99417 ആണ്. സോ നമ്മൾ പ്രീവിയസ് 2 സെറ്റ് ഓഫ് ന്യൂ പേഷ്യൻ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ കേസ് ഓഡിയോ വീഡിയോ വിസിറ്റിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്തത്. നൗ ഇറ്റ് ഈസ് ഓഡിയോ ഒൺലി വിസിറ്റ് ആണ്. ഫസ്റ്റ് ന്യൂ പേഷ്യൻറ്റിൻ്റെ കേസിൽ ഫസ്റ്റ് കോഡ് വരുന്നത് 98008 ആണ്, വിച്ച് ഇസ് സിങ്ക്രോണസ് ഓഡിയോ ഒൺലി വിസിറ്റ് ഫോർ ദി ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ ന്യൂ പേഷ്യൻറ്റ് വിച്ച് റിക്വയർസ് എ മെഡിക്കലി അപ്രോപ്രിയേറ്റ് ഹിസ്റ്ററി ആൻഡ് ഓർ എക്സാമിനേഷൻ, straightforward MDM and more than 10 minutes of medical discussion. അവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് വന്നിട്ടുള്ളത് more than 10 minutes of medical discussion കൂടി അവിടെ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇത് ടൈം അല്ല പറയുന്നത്. അതായത് നമ്മൾ ടോട്ടൽ ടൈം ബേസ് ചെയ്തുള്ള കോഡിംഗ് ആണെങ്കിൽ അവിടെ 15 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് ആണ് പറയുന്നത്. ഓക്കെ, MDM നോക്കുമ്പോഴും നമ്മൾ 10 മിനിറ്റ്സ് ഓഫ് മെഡിക്കൽ ഡിസ്കഷൻ അവിടെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി നോക്കണം അവിടെ. ഇനി 98009 വരുമ്പോൾ ലോ MDM ആണ്, 10 മിനിറ്റ്സ് ഓഫ് മെഡിക്കൽ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടാവണം. ഓൾസോ ടൈം ബേസ് ചെയ്താണെങ്കിൽ 30 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് ആണ്. ഇനി 98010 കേസിൽ മോഡറേറ്റ് MDM ആണ്, മോർ ദാൻ 10 മിനിറ്റ്സ് ഓഫ് മെഡിക്കൽ ഡിസ്കഷൻ ഹിസ്റ്ററി എക്സാമിനേഷൻ എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവണം. ഓൾസോ ടൈം ബേസ് ചെയ്താണെങ്കിൽ 45 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് ആണ്. 98011 വരുമ്പോൾ ഹൈ MDM ആണ്, മോർ ദാൻ 10 മിനിറ്റ്സ് ഓഫ് മെഡിക്കൽ ഡിസ്കഷനും അപ്രോപ്രിയേറ്റ് ഹിസ്റ്ററി എക്സാമിനേഷനും എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദി ടൈം ആണെങ്കിൽ 60 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് ആണ്. 75 മിനിറ്റ്സ് ഓർ മോർ ആണെങ്കിൽ പ്രൊലോങ്ഡ് സർവീസ് കോഡ് കൂടി യൂസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ആണ് സിങ്ക്രോണസ് ഓഡിയോ ഒൺലി വിസിറ്റ് ഫോർ ആൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ്. ഫസ്റ്റ് കോഡ് 98012 ആണ്, വിച്ച് ഇസ് സ്ട്രെയിറ്റ് ഫോർവേഡ് MDM ആണ്. ഇവിടെ അപ്രോപ്രിയേറ്റ് ഹിസ്റ്ററി എക്സാമിനേഷൻ MDM ആൻഡ് ഓൾസോ 10 മിനിറ്റ്സ് ഓഫ് മെഡിക്കൽ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവണം. ഇനി ടൈം ബേസ് ചെയ്താണെങ്കിൽ 10 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് ആണ്. 98013 വരുമ്പോൾ ലോ MDM ആണ്, ടൈം ആണെങ്കിൽ 20 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ്. 98014 കേസിൽ മോഡറേറ്റ് MDM ആണ്, ടൈം ആണെങ്കിൽ 30 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ്. 98015 എന്ന് പറയുന്നത് ഹൈ MDM ആണ് ആൻഡ് ഓൾസോ ടൈം ആണെങ്കിൽ 40 മിനിറ്റ്സ് മസ്റ്റ് ബി മെറ്റ് ഓർ എക്സീഡഡ് ആണ്. ഇനി ഫോർ സർവീസസ് 55 മിനിറ്റ്സ് ഓർ മോർ പ്രൊലോങ്ഡ് സർവീസ് കോഡ് കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ് വൺ 98016 ഈസ് എ ന്യൂ കോഡ് ദാറ്റ് റീപ്ലേസസ് ദി എക്സിസ്റ്റിംഗ് HCPCS കോഡ് G2012.
സോ 98016 എന്ന് പറഞ്ഞ ഒരു ന്യൂ കോഡ് കൂടി ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ട്, വിച്ച് ഇസ് എ ടെലിമെഡിസിൻ കോഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എ ബ്രീഫ് അസസ്മെൻറ്റ് ബൈ എ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. സോ കോഡ് ഡിസ്ക്രിപ്ഷൻ വരുന്നത് ബ്രീഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബേസ്ഡ് സർവീസ്, എക്സാമ്പിൾ വെർച്വൽ ചെക്ക് ഇൻ ബൈ എ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who can report evaluation and management services provided to an established patient not originating from a related evaluation and management service provided within the previous 7 days nor leading to an evaluation and management service or procedure within the next 24 hours or soonest available appointment. 5 to 10 minutes of medical discussion. സോ ഈ 98016 എന്ന് പറയുന്നത് ഒരു ബ്രീഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബേസ്ഡ് സർവീസാണ്, അതായത് വെർച്വൽ ചെക്കിൻ്റെ കേസിലൊക്കെയാണ് പറയുന്നത്. സോ അതൊരു ഫിസിഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണലോ സർവീസ് കൊടുത്ത് ഒരു ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫോർ ആൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്, ഇവിടെ ന്യൂ പേഷ്യൻറ്റിൻ്റെ കേസ് ഇല്ല. എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിന് ഒരു വെർച്വൽ ചെക്ക് ഇൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഒരു വെർച്വൽ ചെക്കിനിലൂടെ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതൊരു കോളോ അങ്ങനെ എന്തെങ്കിലും വെർച്വലി ആയിരിക്കും, ഫിസിക്കലി ആൾ പ്രസൻ്റ് ആയിരിക്കില്ല, വെർച്വലി ആയിരിക്കും അവിടെ സർവീസ് ഇയാനം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഇൻ കേസ് ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ്. അതും നോട്ട് ഒറിജിനേറ്റിംഗ് ഫ്രം എ റിലേറ്റഡ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് പ്രൊവൈഡഡ് വിത്തിൻ ദ പ്രീവിയസ് 7 days. അതായത് പ്രീവിയസ് 7 days ഇപ്പോൾ ആ ഒരു പേഷ്യൻറ്റിനെ ഈ ഒരു ഫിസിഷ്യൻ നോക്കിയിട്ടുണ്ട്, വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റീസൺ ആയിരിക്കരുത് ഈ ഒരു വെർച്വൽ ചെക്കിൻ്റെ റീസൺ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ വെർച്വൽ ചെക്കിനിൽ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾറെഡി 7 daysനുള്ളിൽ കണ്ടക്ട് ചെയ്ത ഒരു സർവീസിനോട് റിലേറ്റഡ് ആയിരിക്കരുത്, എങ്കിൽ മാത്രമേ ഈ കോഡ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നോർ ലീഡിങ് ടു ആൻ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് ഓർ പ്രൊസീജിയർ വിത്തിൻ ദ നെക്സ്റ്റ് 24 hours ഓർ സൂണസ്റ്റ് അവൈലബിൾ അപ്പോയിൻമെൻറ്റ്. സോ ഈ ഒരു വെർച്വൽ ചെക്ക് ഇൻ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ചെയ്തിട്ട് ആ ഒരു പേഷ്യൻറ്റിന് 24 hours വേറൊരു ഇയാനം സർവീസോ അല്ലെങ്കിൽ പ്രൊസീജിയറോ സൂൺ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് വരേണ്ടി വരികയാണെങ്കിൽ അതും നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സെയിം ആസ് നമ്മുടെ ടെലിഫോണിക് സർവീസ് തന്നെ, അതിൽ നമുക്ക് 7 daysന് ഉള്ളിൽ ഒരു കോൾ ചെയ്തു, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തു, അതിൻ്റെ 7 daysനുള്ളിൽ ഒരു കോൾ ചെയ്താൽ അത് നമ്മൾ ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യില്ലായിരുന്നു. സെയിം വേ ഓൾറെഡി ഒരു ഇയാനം സർവീസ് കിട്ടി, അതായിട്ട് റിലേറ്റഡ് ആയിട്ട് 7 daysനുള്ളിൽ പിന്നീട് ഒരു വെർച്വൽ ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോഡ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അനദർ വൺ ഇസ്, ഇപ്പോൾ ചെയ്യുന്ന ഇയാനം കാരണം ഒരു 24 hours പേഷ്യൻറ്റിന് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വരികയാണ്, ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറോ കിട്ടുകയാണെങ്കിൽ അതിനെയും നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓൾസോ 5 to 10 minutes ഓഫ് മെഡിക്കൽ ഡിസ്കഷൻ അവിടെ നടത്തിയിട്ടുണ്ടാവണം. സോ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇയാനമായിരിക്കണം, ബട്ട് ഫോർ ആൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റും ആയിരിക്കും. ഓക്കെ, പ്രീവിയസ് ഒരു 7 days കിട്ടിയിട്ടുള്ള ഒരു സർവീസുമായിട്ട് റിലേറ്റഡും ആവരുത്. ഇനിയൊരു 24 hours ഒരു പ്രൊസീജിയറോ സർവീസോ ചെയ്യാനുള്ളതിനെയും റിലേറ്റഡ് ആയിട്ട് ഇരിക്കരുത്. ബട്ട് 5 to 10 minutes ഓഫ് മെഡിക്കൽ ഡിസ്കഷൻ അവിടെ നടത്തിയിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ 98016 നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. 98016 റിപ്പോർട്ട് ചെയ്യുന്നത് ആപ്ലിക്കബിൾ ടു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസ് ആണ്. എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസിൻ്റെ കേസിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ഇറ്റ് ഷുഡ് ബി അൺറിലേറ്റഡ് ടു ദി പ്രീവിയസ് വിസിറ്റ് പ്രൊവൈഡഡ് വിത്തിൻ 7 days. 7 daysനുള്ളിൽ ഒരു പ്രീവിയസ് വിസിറ്റ് നടത്തി ആ ഒരു വിസിറ്റായിട്ട് അൺറിലേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നോർ ലീഡിങ് ടു വൺ വിത്തിൻ ദ നെക്സ്റ്റ് 24 hours ഓർ സൂണസ്റ്റ് അവൈലബിൾ അപ്പോയിൻമെൻറ്റ്. ഒരു 24 hours ഒരു വിസിറ്റിൽ അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റിലേക്ക് എത്തുന്ന ഏതെങ്കിലും ഒരു സർവീസ് ആണെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് വെർച്വൽ ചെക്കിൻ്റെ കേസിലാണ് ഈ ഒരു കോഡ് റിപ്പോർട്ട് ചെയ്യുക. 5 to 10 minutes ഓഫ് മെഡിക്കൽ ഡിസ്കഷനും അവിടെ നടത്തിയിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ 98016 എന്നുള്ള കോഡ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ.
So many CPT codes are designated as potential telemedicine services by symbols star and all. Example star ആണ് preceding the codes to indicate that modified 93 synchronous telemedicine service rendered via telephone or other real-time interactive audio only communication system. So modified 93 represent ചെയ്യുന്നത് synchronous telemedicine services ആണ് via ടെലിഫോൺ അല്ലെങ്കിൽ ഏതെങ്കിലും റിയൽ ടൈം ഇൻറ്ററാക്റ്റീവ് ഓഡിയോ ഓൺലി ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. ഇനി മോഡിഫൈഡ് 95 എന്ന് പറയുന്നത് സിങ്ക്രോണസ് ടെലിമെഡിസിൻ സർവീസ് റെൻഡേർഡ് വയ എ റിയൽ ടൈം ഇൻറ്ററാക്റ്റീവ് ഓഡിയോ ആൻഡ് വീഡിയോ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓർ ബോത്ത് ആർ ആപ്ലിക്കബിൾ എന്നാണ് പറയുന്നത്. ഇതർ ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ബോത്ത്. സോ ഈ ഒരു ഇയറിൽ വന്നപ്പോൾ നമുക്ക് ഈ ടെലിമെഡിസിനിൽ ഓഡിയോ ഉള്ളി ഓഡിയോ വീഡിയോ എന്നുള്ള ഒരു സെപ്പറേറ്റ് സെക്ഷൻ വന്നതോടുകൂടി അവിടെ നമുക്ക് സ്റ്റാർ സിമ്പൽ കാണാൻ പറ്റില്ല. ഓക്കെ, സ്റ്റാർ സിമ്പൽ ഉണ്ടായിരുന്നത് പെർട്ടിക്കുലർ കോഡുകൾ നമുക്ക് ടെലിമെഡിസിൻ എന്നുള്ള ഒരു കാറ്റഗറി ഇല്ലായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു നമുക്ക് ഈ സ്റ്റാർ കാണുന്നത്. ഹൗവർ ഓഡിയോ ഓൺലി മോഡിഫൈഡ് 93 ആൻഡ് ഓഡിയോ വീഡിയോ മോഡിഫൈഡ് 95 ആർ ആപ്ലിക്കബിൾ ഓൺലി ടു യാനം സർവീസ് ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സി ഫുൾ ടെലിമെഡിസിൻ കോഡ് ലിസ്റ്റിംഗ് ഇൻ അപ്പൻഡിക്സസ് പി ആൻഡ് ടി ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അപ്പൻഡിക്സ് പി ആൻഡ് ടിയിലാണ് മോഡിഫൈഡ് 93 മോഡിഫൈഡ് 95 ഏതൊക്കെ യാനം കോഡുകളിൽ ആപ്ലിക്കബിൾ ആണ് എന്നുള്ള ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ അത് നോക്കി വെരിഫൈ ചെയ്തിട്ട് വേണം മോഡിഫയേഴ്സൊക്കെ നമ്മൾ അപ്പൻഡ് ചെയ്യാനായിട്ട്. So thank you for watching the video. If you feel the video is helpful, please do like, share and subscribe. Thank you.